ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ 3 നമ്മൾ അടിപൊളിയായിട്ട് എക്സാം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇനി ആകെ ഒരു എക്സാം ആണ് അവർക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ നമ്മൾ പഠിപ്പിച്ചൊക്കെ വന്നോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ ലൈവ് ഒക്കെ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ആൻസേഴ്സ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആമയുടെ നാട് ചിത്രത്തിന് നിറം നൽകാം, അതുപോലെ തന്നെ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിറം നൽകാനായിട്ട് ഈസി ആണല്ലോ, ഒരു വയലും കുറച്ച് വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് എഴുതാനായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ദൂരെ മലകൾ കാണാം, ആമയും കൂട്ടുകാരിയും ചേർന്ന് പട്ടം പറത്തുന്നു, ഒരു വയലും പണി ചെയ്യുന്ന കർഷകനെയും കാണാം, അതിനോട് ചേർന്നായി കുഞ്ഞു കുഞ്ഞു വീടുകൾ, വീടിന് മുന്നിലായി ഒരു ചെറിയ പുഴ, പുഴയിലൊരു തോണിയും തോണിക്കാരനെയും കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെയാണ് നമ്മളിത് ചെയ്തതാണ്. ഒരു കുഞ്ഞു പിക്ചർ വന്നിട്ട് മിസ് അതിനെക്കുറിച്ച് വിവരിച്ച് എഴുതാൻ, അതായത് ഒരു 3-4 സെൻറ്റൻസിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് അടിപൊളിയായിട്ട് ചെയ്തോ. അതായത് പിക്ചർ തരുന്നു, അത് കളർ ചെയ്യുന്നു, അതിനുശേഷം അതിനെക്കുറിച്ച് വിവരിക്കുന്നു. ഇതുപോലെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. അപ്പം ഇതിൽ കാണുന്ന എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവരിച്ച് എഴുതാം. ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. കുറച്ച് സെൻറ്റൻസ് എഴുതിയാൽ മതി. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തോ എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് എന്തല്ല. അപ്പോൾ ഒരു സംഭാഷണം പൂർത്തിയാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് ആമിയും സുമി എന്ന് പറയുന്നതാണ് ആമിയുടെ നേരത്തെ നമ്മൾ കണ്ട കൂട്ടുകാരി. അപ്പോൾ ആമിയും സുമിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ? ഇത് സ്ലേറ്റ് അല്ലേ? അപ്പോൾ ആ സ്ലേറ്റിൻ്റെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മക്കൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ സംഭാഷണം പൂർത്തിയാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് നമ്മൾ ഇന്നലെ കൂടി ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫോമാറ്റിൽ സംഭവം തന്നിട്ടുണ്ട്. കഥ നേരത്തെ ആദ്യത്തെ പ്രവർത്തനത്തിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ചിത്രം നോക്കാം എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു പുഴയുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിനടുത്തത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, അവിടെ അലക്കുന്നുണ്ട് അല്ലെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ ജോലികൾ ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റും. അതായത് ഈ പിക്ചറിൽ വാഹനം കഴുകുന്നുണ്ട്, പാത്രങ്ങൾ കഴുകുന്നുണ്ട്, അലക്കുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ജലം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന ചോദ്യമാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇന്നലെ ഇതേ സെയിം ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനൊക്കെയാണ് ജലം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്തിനൊക്കെയായിരുന്നു? കുളിക്കാന്, കുടിക്കാന്, തുണി കഴുകാന്, വ്യവസായത്തിന്. അപ്പം നിങ്ങളിതിൽ കുറേ പോയിന്റ്സ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഏത് പോയിന്റ്സ് ആണ് എൻ്റെ മക്കൾ എഴുതിയിട്ടുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. നിങ്ങൾ എഴുതി ഉത്തരം അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരും എന്ത് ചെയ്യാറുണ്ട് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പാത്രം കഴുകുന്നത് കാണാം, അലക്കുന്നത് കാണാം, തുണി കഴുകുന്നത് കാണാം, അതുപോലെ തന്നെ വാഹനം കഴുകുന്നത് കാണാം. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അടുത്തത് പുഴ മലിനമാകുന്നതിനുള്ള ഒരു കാരണം എഴുതാം. എന്തൊക്കെയായിരിക്കും കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കൊണ്ടിടുന്നതോ, അതുപോലെ തന്നെ വീടുകളിലെ വേസ്റ്റ് കൊണ്ടിടുക, അങ്ങനെ നമ്മളൊരു നിർദ്ദേശങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതായത് എങ്ങനെയാണ് വെള്ളം മലിനപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരെണ്ണം മിസ് ചെയ്തിട്ടുണ്ട്, മാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ പുഴയിലേക്ക്, നമ്മുടെ വീട്ടിലെ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി വ്യവസായത്തിലായിക്കോട്ടെ, മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പുഴയിൽ നിക്ഷേപിക്കുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഏതാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതും കൂടി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്സിലെ ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്, കലണ്ടർ ആണ്. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കലണ്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് കലണ്ടർ മിസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കലണ്ടറിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും എന്ന് കരുതി നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർച്ച് 2025 കലണ്ടർ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് സിയാസ് ബർത്ത്ഡേ. അപ്പോൾ സിയയുടെ ബർത്ത്ഡേ എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ടീച്ചർ ആ ഡേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റ് നോക്കുക, അതിന് നേരെ ഏത് ദിവസമാണെന്ന് നോക്കുക. വെനസ്ഡേ ആണോ, തേഴ്സ്ഡേ ആണോ, ഫ്രൈഡേ ആണോ എന്നുള്ളത് നോക്കുക. അതുപോലെ ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ മാർച്ച്. മാർച്ചിൽ എത്ര ദിവസങ്ങളുണ്ട്? 31 ആണ്. ഇനി ഹൗ മെനി സൺഡേസ് ആർ ദർ ഇൻ മാർച്ച്. അപ്പൊ സൺഡേക്ക് നേരെയുള്ള താഴെയുള്ളതൊക്കെ എണ്ണിയെടുത്താൽ മാത്രം മതി. എത്ര എണ്ണം വരും? 30, 2, 9, 16, 23. എത്ര ഡേയ്സ് ആണ്? 5 ഡേയ്സ് ആണ്. നമ്പർ ഓഫ് വെനസ്ഡേസ് ഇൻ മാർച്ച്. ഓക്കെ, അപ്പോൾ വെനസ്ഡേക്ക് നേരെയുള്ള താഴേക്ക് കൊടുത്തിരിക്കുന്ന ഒക്കെ എണ്ണിയാൽ മാത്രം മതി എത്ര ദിവസങ്ങളുണ്ട്. അപ്പോൾ 4 എണ്ണം നമുക്ക് കിട്ടും. അതുപോലെ വിച്ച് ഡേയ്സ് മാർച്ച് ഫസ്റ്റ്. ഏതാണ് മാർച്ച് ഫസ്റ്റ് എന്ന് പറയുന്നത്? സാറ്റർഡേ ആണ് അല്ലേ, ശനിയാഴ്ചയാണ് മാർച്ച് ഫസ്റ്റ് എന്ന് പറയുന്നത്. ആ കാര്യം കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു
ഇന്റഗ്രേഷൻ 3യും നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്കുള്ളത് ആകെ നമ്മുടെ അറബിക് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് എക്സാം ആണ്. അപ്പോൾ അതും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ അതിൻ്റെ ലൈവ് ഇന്ന് കറക്റ്റ് 7:30 നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് വരാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ഇന്റഗ്രേഷൻ 1ഉം 2ഉം 3ഉം ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ലാസ്റ്റ് ലൈവ് നമ്മുടെ ലാസ്റ്റ് മാരത്തോൺ ആണ് ഇന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഫ്രണ്ട്സിനൊക്കെ കൂട്ടി കറക്റ്റ് ടൈമിൽ 7:30 തന്നെ എത്താം കേട്ടോ. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.